ഇന്നലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കിരൺ റിജിജു പങ്കെടുത്ത ഒരു വാർത്താ സമ്മേളനവും മുനമ്പത്ത് നടന്ന ഒരു യോഗവുമായിരുന്നു. മുനമ്പത്തെ പ്രതിഷേധക്കാർക്കിടയിൽ സമരക്കാർക്കിടയിൽ നടത്തിയ ഒരു യോഗവുമായിരുന്നു. ആ യോഗത്തിൽ കിരൺ റിജിജു അറിയാം വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച മന്ത്രിയാണ്. ആ മന്ത്രി ഇതാ കേരളത്തിൽ വന്നു പറയുകയാണ്, മുനമ്പത്തിന്റെ കാര്യത്തിൽ വഖഫ് ബില്ലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് സുപ്രീം കോടതിയെ സമീപിച്ചാൽ നീതി കിട്ടുമോ എന്ന് നോക്കൂ എന്ന് പറയുകയാണ്. ആ ബില്ല് അവതരിപ്പിച്ച ആൾ തന്നെ വന്ന് പറയുന്നത് ഈ വിധത്തിലാണ്. പക്ഷേ അതിനുശേഷം കിരൺ റിജിജു വാർത്താസമ്മേളനം നടത്തുന്നു. ഈ വിധത്തിൽ സുപ്രീം കോടതിയിൽ പോയാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കൂ എന്ന് പറയുന്നു. പക്ഷേ മുനമ്പം നിവാസികളെ കബളിപ്പിക്കുന്ന ഒരു നിലപാട് BJP ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് എന്നത് പ്രത്യക്ഷമായി തന്നെ കിരൺ റിജിജുവിന്റെ ഈ വരവോടുകൂടി ഇന്നലത്തെ പ്രസ്താവനകളിലൂടെ വ്യക്തമാവുകയാണ്. പ്രശ്നം പരിഹരിക്കാൻ ബില്ല് മതിയാകില്ലെന്ന് ഉറപ്പായിട്ടും എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നാണ് കേന്ദ്രമന്ത്രി ഇന്നലെ വൈകിട്ട് വാഗ്ദാനം ചെയ്തത്. അതിനു മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നേർവിപരീതമായ സംഗതികളുമാണ്. അപ്പം മുനമ്പം സമരസമിതി ഇതിൽ പ്രത്യക്ഷത്തിൽ ഒരു നിലപാടെടുക്കുകയാണ്. ഇവർ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷേ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല എന്ന മുനമ്പം പള്ളി വികാരി ഫാദർ ആന്റണി സേവ്യർ പ്രതികരിച്ചിട്ടുണ്ട്. സമരം തുടരാനാണ് നിലവിൽ സമരസമിതി തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ വാർത്തയിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത് തിയോഫിനാണ്. തിയോഫിനിലേക്ക് പോകാം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. അന്ന, ഗുഡ് മോർണിംഗ്. യെസ് തിയോഫിൻ, ഇന്നലെ വളരെ ചർച്ചയായ ഒരു വാർത്തയാണ്. കേന്ദ്ര സർക്കാർ എന്ത് നിലപാടാണ് വഖഫ് ഭേദഗതി ബില്ലിൽ എടുത്തിട്ടുള്ളത്? രാജ്യവ്യാപകമായ പ്രതിഷേധം നടക്കുന്ന സമയത്തും അവരുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാണ്. BJPക്ക് മുനമ്പം വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്നുള്ളതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നതുമാണ്. പക്ഷേ അവർക്ക് വലിയൊരു തിരിച്ചടി കിരൺ റിജിജുവിൻ്റെ സന്ദർശനം കണ്ടുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഉദ്ദേശിച്ച ലക്ഷ്യമല്ല അവിടെ നടന്നിട്ടുള്ളത്. പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ വിരുദ്ധമായി മുനമ്പം വിഷയം പരിഹരിക്കാൻ വഖഫ് ബില്ലിന് കഴിയുമെന്ന് അവകാശപ്പെട്ടവർ ഇന്നലെ വന്ന് പറയുന്നു അത് നടക്കില്ല എന്ന്. പക്ഷെ അതേസമയം രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണല്ലോ വൈകുന്നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന്, അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും, എല്ലാ പ്രശ്നങ്ങളും ഇതോടെ പരിഹാരമാകും എന്ന് റിജിജു പറഞ്ഞാൽ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അന്ന, തീർച്ചയായും അതായത് ഈ വിഷയത്തിൽ ഈ വഖഫ് ബില്ലും അതോടൊപ്പം തന്നെ മുനമ്പം നിവാസികളുടെ വിഷയവും സത്യത്തിൽ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ടും തമ്മിൽ നമുക്കത് ബന്ധിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അത് തമ്മിൽ ബന്ധമുണ്ടെന്നും മുനമ്പം നിവാസികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നും ഈ വഖഫ് ബില്ല് വരുന്നതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നും പറഞ്ഞത് BJP തന്നെയാണ്. BJP നേതാക്കൾ കുറേ കാലമായി അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബില്ല് പാസ്സായതിനു ശേഷവും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതുതന്നെയാണ്. എന്നാൽ ഈ മുനമ്പം നിവാസികളെ കബളിപ്പിക്കുന്ന നടപടി തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നത് വ്യക്തമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ഇന്നലെ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. കാരണം ഈ വഖഫ് ബില്ല് അവതരിപ്പിച്ച മന്ത്രി കേരളത്തിൽ വന്നു, മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമങ്ങൾ കൃത്യമായി ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ഉരുണ്ട് മാറാൻ കഴിയാതെ തന്നെ വ്യക്തമായി അദ്ദേഹം പറയുന്നു, മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകേണ്ടി വരും എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അത് വ്യക്തമാണ്. ഇതിൽ ചെറിയ പ്രതിഷേധം മുനമ്പം നിവാസികളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. സമരം നടത്തിയവർക്ക് കാര്യങ്ങൾ വ്യക്തമായി. പക്ഷേ പ്രതിഷേധം ഉയരുമെന്ന സൂചന ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർക്ക് ഉള്ളിൽ പ്രതിഷേധം പുകയുന്നു എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ മുനമ്പത്ത് ഇന്നലെ നടത്തിയ പരിപാടിയിൽ, അതായത് ഈ സമരസമിതിയുടെ സമരം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഈ വേളാങ്കണ്ണി പള്ളി, മുനമ്പം പള്ളിയുണ്ട്, മുനമ്പം പള്ളിയുടെ അങ്കണത്തിലാണ് സമരം നടന്നുകൊണ്ടിരുന്നത്. ഈ പള്ളിയുടെ അങ്കണത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് മുൻവശത്തായി തന്നെ ഇവർ വേദി ഒരുക്കുന്നു. സമരക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വഖഫ് ബില്ല് പാസ്സാക്കിയത് കേന്ദ്ര സർക്കാരാണ്, അതിന് നരേന്ദ്രമോദിക്ക് നന്ദി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. NDAയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയാണ്. പക്ഷേ ഈ പരിപാടിയിൽ വിരലിലെണ്ണാവുന്നത്ര ഈ സമരസമിതി പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പരിപാടി മൊത്തത്തിൽ തന്നെ BJP ഇത് ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു. 10,000 പേരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം BJP അറിയിച്ചിരുന്നത്. അത്രയൊന്നും അവരെ കൊണ്ട് സാധിച്ചുമില്ല. പക്ഷേ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ നിന്നായി പ്രമുഖ BJP നേതാക്കളെല്ലാം, പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടെ അവിടെ എത്തിച്ച് ഈ കേന്ദ്രമന്ത്രി സംസാരിക്കുമ്പോൾ ഓരോന്നിനും കേന്ദ്ര സർക്കാരിന് വേണ്ടി സംസാരിക്കുന്നു. അതിന് കൈയടിക്കുന്നത് BJP നേതാക്കളാണ്. അത്തരത്തിലൊരു പ്രകടനം അവർ ഒരുക്കിയിരുന്നു. ദേശീയ മാധ്യമങ്ങളെ ഉൾപ്പെടെ കൊണ്ടുവന്ന ഇത് ദേശീയ തലത്തിൽ വാർത്തയാക്കാനുള്ളൊരു ശ്രമവും നടന്നിരുന്നു. പക്ഷേ ഈ സമരസമിതി പ്രവർത്തകർ യഥാർത്ഥത്തിൽ നിരാശയിലാണ്. കാരണം ബില്ല് അവതരിപ്പിച്ച മന്ത്രി തങ്ങളുടെ ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുമ്പോൾ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നൊരു ധാരണ ആ BJPയുടെ വാക്കുകൾ അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ ബില്ല് അവതരിപ്പിച്ച മന്ത്രി തന്നെ തങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയുമ്പോൾ
വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകും, തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, അതിന് ഒരു മറുപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രഖ്യാപനം ഈ വേദിയിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്ന സമരസമിതി പ്രവർത്തകർക്ക് തെറ്റി. അത്തരത്തിൽ യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു, ഇനി നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല, മുനമ്പം നിവാസികളുടെ ഭൂമി പ്രശ്നം പരിഹരിക്കപ്പെടും, എല്ലാവർക്കും ഭൂമി കിട്ടുമെന്നൊക്കെ അവിടെ പ്രഖ്യാപിച്ചു. പക്ഷേ എന്ന് നടക്കുമെന്നോ ഈ ബില്ല് കൊണ്ട് ഇതെങ്ങനെ സാധിക്കുമെന്നോ വ്യക്തമാക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല, അത് പറയുകയും ചെയ്തില്ല. പക്ഷേ വരികൾക്കിടയിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്, നിയമപരമായ ചില കാര്യങ്ങളാണ്, ഇത് കോടതിയിലിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ആ രീതിയിൽ നീങ്ങേണ്ടി വരും. ഈ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കണമെങ്കിൽ അതിനൊരു 3 ആഴ്ച കൂടി സമയം വേണ്ടി വരും, അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞ് എന്തായാലും കുറച്ചുകൂടി ഇത് കാര്യങ്ങൾ നീളുമെന്നൊരു സൂചനയും നൽകി. എന്നാൽ എല്ലാം നടപ്പാക്കിയത് കേന്ദ്ര സർക്കാരാണെന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നു. പക്ഷേ അതിനിടെ പറഞ്ഞത് ഈ ബില്ല് പാസ്സാക്കിയത് ഇനി ആർക്കും മുനമ്പം നിവാസികൾക്കുണ്ടായതുപോലുള്ളൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നും പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ മുനമ്പം നിവാസികൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തിന് എന്ത് പരിഹാരം ഈ ബില്ലുണ്ടാക്കുമെന്നതിന് ഉത്തരം ഇല്ല. അതായത് തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമില്ല എന്ന് മുനമ്പം നിവാസികൾക്ക് ബോധ്യമായി. അതോടൊപ്പം തന്നെ മന്ത്രി യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. എന്താണ് ബി.ജെ.പിക്ക് ഇതിലുള്ള ലക്ഷ്യം എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. സമരസമിതിയുടെ തുടർ നീക്കം എന്താണ്? അവർ എന്തു പറയുന്നു? അന്ന, അതായത് ഈ ബില്ലിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇനി ഈ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല എന്നും ഈ മന്ത്രി പറഞ്ഞ വാക്കുകളിൽ നിന്ന് അത് വിശ്വസിക്കാൻ കഴിയില്ല. അതായത് ഒരു ഉറപ്പും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമായതോടുകൂടി സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ഇക്കാര്യം വേളാങ്കണ്ണി പള്ളി വികാരി ഫാദർ ആൻ്റണി നമ്മളോട് ഇന്നലെ പറയുകയും ചെയ്തു. കാരണം തങ്ങളുടെ പ്രശ്നത്തിന് ഒരു ന്യായമായ പരിഹാരം ഉണ്ടാകുമെന്ന് ബോധ്യം വരുന്നത് വരെ അല്ലെങ്കിൽ ആ ഉറപ്പ് ലഭിക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. കാരണം ഈ പറഞ്ഞത് കേട്ടുകൊണ്ട് സമരം വഴിയിലിട്ടാൽ ഇത് തുടരാതെ അവസാനിപ്പിക്കേണ്ടി വരും, എങ്ങും എത്തുകയുമില്ല. അതവർക്ക് ബോധ്യമായി കഴിഞ്ഞു. കുറച്ച് പേരെയെങ്കിലും സമരസമിതിയിലുള്ള കുറച്ച് പേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞെങ്കിൽ കൂടി പൂർണ്ണമായും സമരസമിതി അംഗങ്ങൾ ഇവർ പറയുന്ന നാടകങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. പ്രശ്നത്തിന് പരിഹാരമായില്ല എന്നവർക്ക് ബോധ്യമായി. എന്തായാലും സമരം ഇനിയും മുന്നോട്ട് പോകുന്നു. ഇന്നലെ 185-ാം ദിവസമായിരുന്നു, ഇന്നിപ്പോൾ 186 ആകുന്നു. തുടർന്ന് സമരം മുന്നോട്ട് തന്നെ പോകും എന്ന് സമരസമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തങ്ങളെ ബി.ജെ.പി കബളിപ്പിക്കുകയാണെന്ന് സമരസമിതി കൺവീനർ ഇന്നലെ പറയുകയും ചെയ്തിരുന്നു. ബെന്നി ഇന്നലെ നമ്മളോടുൾപ്പെടെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇത്തരത്തിൽ തന്നെയാണ്. കാരണം ബി.ജെ.പി ഈ വിഷയത്തിൻ്റെ പേരിൽ, വഖഫ് ബില്ലിൻ്റെ പേരിൽ മുനമ്പം നിവാസികളെ കബളിപ്പിച്ചു എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അന്ന, യെസ്, ശരി തിയോഫിൻ. അപ്പോൾ ഈ മുനമ്പം വിഷയത്തിലുള്ള വാർത്തകൾ ഇന്നും ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. കാരണം ബി.ജെ.പി ഇതിലെടുക്കുന്ന നിലപാട്, പരസ്യമായി എടുക്കുന്ന നിലപാടിൽ നിന്ന് എത്ര വിഭിന്നമായ സംഗതിയാണ് മുനമ്പത്തുകാരോട് ചെയ്തിരിക്കുന്നത് എന്നതാണ്. കബളിപ്പിക്കുക എന്നത് അവർക്ക് മനസ്സിലാകുന്നു എന്നതുകൂടിയാണ്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടൽ റിജിജുവിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടാകുന്നു എന്നതുമുണ്ട്. അപ്പോൾ ഇനിയും ചർച്ചയാകാൻ പോകുന്നത് അതുതന്നെയാണ്. തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.